ചെയ്യുന്നത്. സന്ദീപ് വചസ്പതി വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, ഈ ശ്രീനിവാസൻ വധക്കേസിലെ മുഖ്യപ്രതിയിൽ നിന്നാണ് ആദ്യമായി ഈ ഒരു പട്ടിക കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ PFIക്ക് കേരളത്തിൽ കൂടുതൽ പദ്ധതി ഉണ്ടായിരുന്നു, അതിലൊരു മുൻ ജില്ലാ ജഡ്ജി കൂടി ഉൾപ്പെട്ടിരുന്നു എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. തീർച്ചയായും അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിൽ തങ്ങളുടെ മതവിശ്വാസത്തിന് എതിരായി നിൽക്കുന്നവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന തരത്തിൽ ഒരു തീവ്രവാദ സംഘടന ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നു, കൊല്ലപ്പെടേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുന്നു. അതിൽ ഓരോരുത്തരെയായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും കേരള സമൂഹത്തിന് യാതൊരു ആശങ്കയും ഇല്ലായിരുന്നു എന്നതാണ് പൊതുജനങ്ങളെ ഏവരെയും പേടിപ്പെടുത്തേണ്ട ഒരു സംഗതി. കാരണം ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരള പോലീസിന്റെ മൂക്കിനെത്തിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ദേശീയ അന്വേഷണ ഏജൻസി വന്നപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഇത് പൊതുസമൂഹത്തിന് മുൻപാകെ ചർച്ചയ്ക്ക് വരുന്നത്. ഇത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന CPIM-നും പോലീസിനെ നിയന്ത്രിക്കുന്ന പിണറായി വിജയനുമാണ് ഇതിന് മറുപടി പറയേണ്ടത്. പിണറായിയുടെ ഭരണത്തിന് കീഴിൽ ഇത്രയേറെ തീവ്രവാദികൾക്ക് എങ്ങനെയാണ് തഴച്ചു വളരാൻ അവസരമുണ്ടായത്? ഒരുപക്ഷെ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസും പാലക്കാട്ട് ശ്രീനിവാസൻ കേസ്, സഞ്ജിത്ത് കേസ് അടക്കമുള്ള 2 or 3 വയലാറിലെ നന്ദു അടക്കമുള്ള, ചെങ്ങന്നൂരിലെ വിശാൽ അടക്കമുള്ള സംഘപരിവാറിന്റെ പ്രവർത്തകരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു. കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന തീവ്രവാദി ഭീഷണിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ എന്നുള്ളതാണല്ലോ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവര് RSSകാരെയും BJPക്കാരെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാരെ, അല്ലെങ്കിൽ അവരുടെ ഈ രാജ്യത്തെ 2047 ഇസ്ലാം രാഷ്ട്രമാക്കണമെന്ന അവരുടെ ലക്ഷ്യത്തെ എതിർത്ത സംഘടന എന്ന നിലയിലാണല്ലോ RSSകാരെയും BJPക്കാരെയും അവർ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. അല്ലാതെ യാതൊരു വിധമായ രാഷ്ട്രീയ സംഘർഷമോ ഒന്നും ഈ നാട്ടിൽ നിലനിൽക്കുന്നില്ലല്ലോ. 2047 ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന തീവ്രവാദ അജണ്ടയുമായി മുൻപോട്ട് പോകുന്നതിന് ഏക തടസ്സം BJPയും RSSും ആണ് എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞങ്ങളിലുള്ളവരെ കൊല്ലപ്പെടുത്താൻ തീരുമാനിച്ചത്. ഈ 950 പേരുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്ന് നിങ്ങൾ നോക്കൂ. 949 പേരും BJPയിലോ RSSലോ ബന്ധമുള്ളവരായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഒരാളിപ്പോ ജില്ലാ ജഡ്ജി ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. ഈ 950 പേരും BJP RSSകാരായത് എന്തുകൊണ്ടാണെന്ന് പൊതുസമൂഹം ചിന്തിക്കല്ലേ? എന്ത് നടപടിയാണ് ഇവരെ നേരിടാൻ പിണറായി വിജയൻ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചത്? പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലൊരു തുടർ അന്വേഷണം, ഒരു തുടർ റെയ്ഡ്, തുടർ പരിശോധന നടത്താൻ ഇന്നേ വരെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കിയില്ലേ? തൊടുപുഴയിലെ അധ്യാപകരുടെ കൈപ്പത്തി വെട്ടിയ കേസിലെ പ്രതിയെ അടക്കം പിടികൂടിയതാര? കേന്ദ്ര സേനയാണ്. CPIM-ന്റെ ഈറ്റില്ലമായ CPIM-ന്റെ കോട്ടയായ കണ്ണൂരിലല്ലേ അധ്യാപകർ കൈവെട്ട് കേസിലെ പ്രധാന പ്രതി കഴിഞ്ഞ 14 വർഷം ഒളിവിൽ താമസിച്ചത്? ആരായിരുന്നു സംരക്ഷണം കൊടുത്തത്? എന്തുകൊണ്ടാണ് കേരള പോലീസിന് പിടിക്കാൻ പറ്റാതെ പോയത്? കശ്മീരിൽ തീവ്രവാദ ആക്രമണത്തിൽ പങ്കെടുക്കുന്നവരെയൊക്കെ കേരളത്തിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സ്ഥിതിയില്ലേ? ഇന്ത്യയിൽ ഇവിടെ നടക്കുന്ന സ്ഫോടന പരമ്പരകളിൽ, നേരത്തെ നടന്ന സ്ഫോടന പരമ്പരകളുടെ ഒക്കെ പ്രതികളെ എങ്ങനെയാണ് കേരള പോലീസ് അറിയാതെ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പൊ ഇവിടെ കേരള പോലീസിന്റെ ഒത്താശയോടുകൂടി, കേരള പോലീസിന്റെ ഒത്താശ എന്ന് പറയുമ്പോൾ പോലീസിന്റെ എന്തെങ്കിലും കഴിവുകളായിട്ട് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കരുത്. കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ശക്തിയുടെ താല്പര്യമാണ് തീവ്രവാദികളെ മുഴുവൻ സംരക്ഷിക്കുക എന്നുള്ളത്. കണ്ണൂരിലല്ലേ ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഫ്രാൻസിലെ പാരീസിൽ നടന്ന ബോംബ് സ്ഫോടനത്തിലെ പ്രതിയെ വരെ കേരളത്തിൽ നിന്ന് പിടികൂടുന്ന അവസ്ഥ ഉണ്ടായില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള തീവ്രവാദികൾക്ക് ചെല്ലും ചെലവും വളർത്തി കൊടുക്കുന്നത് ഇവിടുത്തെ CPIM-ഉം കോൺഗ്രസുമാണ് എന്ന കാര്യം ആർക്കാ മനസ്സിലാകാത്തത്? അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ നിങ്ങൾ മലപ്പുറത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കണ്ടത്? രണ്ടുപേരും, ഒരാൾ PDPയുടെ പിന്തുണ തേടുന്നു, മറ്റൊരാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നു. എന്നിട്ട് രണ്ടുപേരും പരസ്പരം സർട്ടിഫൈ ചെയ്യുകയാണ്. ഒരു കൂട്ടർ പറയുന്നു PDP എന്നാൽ പീഡിപ്പിക്കപ്പെട്ട പാർട്ടി, ഒരു കൂട്ടർ പറയുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവരുടെ മതമൗലികവാദം എല്ലാം ഉപേക്ഷിച്ചു എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് VD സതീശന് ഇഷ്യൂ ചെയ്യുന്നു. നോക്കൂ കേരള സമൂഹം. അപ്പൊ കേരള സമൂഹത്തിൽ തീവ്രവാദികളെ പാലും തേനും കൊടുത്ത് വളർത്തുന്നത് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ്, കോൺഗ്രസുകാരുമാണ്. ഇതിന് വലിയ വില കേരളത്തിലെ പൊതുസമൂഹം കൊടുക്കേണ്ടി വരും. ഇന്ന് അവരുടെ ലിസ്റ്റിൽ RSSകാരും BJPക്കാരും ഒക്കെ ഉണ്ടാകാം, പക്ഷെ നാളെ നിങ്ങളിൽ ആരും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാം എന്ന കാര്യം CPM-കാരും ഓർക്കണം, കോൺഗ്രസുകാരും ഓർക്കണം. എന്തായാലും വളരെ നന്ദി സന്ദീപ് പ്രതികരിച്ചതിന്. PFIയുടെ ഹിറ്റ് ലിസ്റ്റ് സംബന്ധിച്ച സുപ്രധാനമായ വിവരങ്ങളാണിപ്പോൾ NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പ്രകാരം 977 പേരാണ്
ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരു മുൻ ജില്ലാ ജഡ്ജി അടക്കം PFI വധിക്കേണ്ടവരുടെ ലിസ്റ്റിൽ PFI പദ്ധതി ഇട്ടിരുന്നു എന്നുകൂടിയുള്ള വിവരങ്ങളാണ് NIA കോടതിയിൽ പങ്കുവയ്ക്കുന്നത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് എന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. എന്തായാലും ഹൈക്കോടതിയിൽ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് NIA നൽകിയിരിക്കുന്നത്. NIA പ്രത്യേക കോടതിയിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ ഹിറ്റ് ലിസ്റ്റിൽ ഒരാൾ മുൻ ജില്ലാ ജഡ്ജി കൂടി ഉൾപ്പെട്ടിരുന്നു എന്ന സുപ്രധാന വിവരമാണ്. അങ്ങനെയെങ്കിൽ തന്ത്രപ്രധാനമായ ആളുകളെയാണോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഒപ്പം തന്നെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഈ ലിസ്റ്റിലുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്.